സുഹൃത്തുക്കളെ, കോളേജിൽ ഒരു മോഷണം നടന്നിരിക്കുന്നു. മാർക്സിന്റെ മോഷണം. എന്താ? ഒരേ കോളേജ്, ഒരേ ഫീസ്. എന്തിനു പറയുന്നു? പെന്നിന്റെ ബ്രാൻഡ് പോലും ഒന്ന്. പക്ഷെ ഞാൻ ഫെയിലും, ഇവൻ ടോപ്പറും. എങ്ങനെ? അന്വേഷണം വേണം. ശരി, എന്നാ ഓഫീസിൽ പരാതി തന്നേക്കാം. അതെന്തിനാ? ഞാൻ പറയുന്നുണ്ടല്ലോ, അത് പോരെ. ഇത് നിയമാ മോനെ. ആരാ ഉണ്ടാക്കിയേ? നിന്റെ മുത്തശ്ശൻ ഇവിടെ പ്രിൻസിപ്പൾ ആയിരുന്നപ്പോ. ഞാൻ വിശ്വസിക്കില്ല. പേപ്പർ മാർക്സിന്റെ CCTV ഫൂട്ടേജ് കാണിക്ക്. അതെല്ലാം ഡിലീറ്റ് ചെയ്തു. കണ്ടില്ലേ? ഇതാണ് അഴിമതി. ഇത് നിയമപരമായ വ്യവസ്ഥയാണ്. നിയമത്തിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. നിങ്ങൾ 4.4% സ്റ്റുഡൻസിന് കൂട്ടിയില്ലേ? അതുകൊണ്ടാണ് ഞങ്ങളുടെ ചേട്ടൻ ഫെയിൽ ആയത്. ന്യൂ അഡ്മിഷൻ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ടല്ലോ. ഇവന്റെ കുടുംബം കോളേജ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും 4.7% വെച്ചല്ലേ സ്റ്റുഡൻസ് കൂടിക്കൊണ്ടിരുന്നേ. നിനക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നു. മിണ്ടരുത്. എന്റെ അറിവ് പ്രകാരം പ്രോക്സി അറ്റൻഡൻസ് ചെയ്യിച്ചാണ് ചീറ്റിംഗ് നടന്നത്. അതിനല്ലേ സാറ് വന്നത്, ചീറ്റിംഗ് നിർത്തലാക്കാൻ. ഞങ്ങൾ സാറിനെ എതിർക്കുന്നു. ആദ്യം പറഞ്ഞു ചീറ്റിംഗ് നിർത്താൻ. ഇപ്പൊ ചീറ്റിംഗ് നിർത്തിക്കുന്നയാളെ തടയുകയാണ്. അല്ല, നിനക്ക് എന്താ വേണ്ട? എന്നെ ഒന്ന് ടോപ്പറാക്ക്. ബാക്കി എല്ലാവരും പോയി തൊലയട്ടെ. അയ്യോ, ഞാൻ പറഞ്ഞത് സ്വാർത്ഥ. നീ ടോപ്പർ ആയില്ലെന്ന് വെച്ച് ബാക്കി എല്ലാരും ചീറ്ററാക്കുന്നു. ഇവിടെ നിൽക്കരുത്. സ്വയം പരാജയപ്പെട്ടവൻ ഇപ്പൊ നുണകളുടെ കളി കളിക്കുന്നു.